പടം നമ്മുടെ ഫ്യൂരി റോഡിന്റെ 50% പോലും അത്ര ആയിട്ടില്ല. കേട്ടില്ല. കാരണം അതിന്റെ ഒന്നാമത് ഫ്യൂരിയോസയുടെ ഒരു കഥയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഫ്യൂരി റോഡിന് അത്ര ആക്ഷൻ ഇതിനകത്ത് വരുന്നില്ല. ഫ്യൂരി റോഡിന്റെ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. മാഡ് മാക്സ് ഫ്യൂരി റോഡ് അടിപൊളി ആക്ഷൻ പടമൊക്കെയായിരുന്നു. നമുക്ക് ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുമ്പോൾ ഇത് കാണുന്നതാണ്. പക്ഷെ ഇതൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ 6 മണിക്ക് ഷോയ്ക്ക് നമ്മൾ വന്നത് ഇവിടെ. എന്നിട്ട് പക്ഷെ ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതൊന്നും അത്ര പോരായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നല്ല സിനിമയായിരുന്നു. വിഷ്വൽ എഫക്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എയറിസ് പ്ലസ് വന്ന് കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ നല്ല നല്ല സിനിമയായിരുന്നു. നല്ല ആക്ഷൻ സിനിമയായിരുന്നു. നല്ലപോലെ അതിന്റെ പ്രീക്വലായിരുന്നു മാഡ് മാക്സ് ഫ്യൂറി റോഡിന്റെ. നല്ലപോലെ ചെയ്തു. ഇല്ല, പടം നല്ല പടമാണ്. പിന്നെ ഫസ്റ്റത്തെ അത്ര ഫുള്ള് ആക്ഷൻ അല്ല, കുറച്ചുകൂടെ സ്റ്റോറിയാണ്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെ ഫൈറ്റ് ഒക്കെ വരുന്നത്. പടം കൊള്ളാം, നല്ല പടം. തീർച്ചയായിട്ടും ഈ പടം അടിപൊളി, തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന പടം. പടം ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്യൂരിയോസ് ഏറ്റവും കിടിലം. ഒന്നും പറയാനില്ല. ഗ്രാഫിക്സ് എല്ലാം VFX മാരകം. ടെറർ പടം. തിയേറ്റർ പക്ക തിയേറ്റർ വാച്ച്. ഇത് ഒരിക്കലും OTT ഒന്നും വാച്ച് ചെയ്യേണ്ട സാധനമല്ല. പക്ക തിയേറ്റർ. വന്നില്ല, അതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട നല്ല ആക്ഷൻസ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. സൂപ്പർ. അതെ തീർച്ചയായിട്ടും പടം നല്ല പടമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടൂടെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ആക്ഷൻ സീരീസ് ആണ്. എല്ലാവരും വന്ന് കണ്ടാൽ വൃത്തിയായിരിക്കും.